بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم. آمين يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശുദ്ധിയാകുന്ന വസ്തുക്കളും ശുദ്ധിയാകാത്ത വസ്തുക്കളും എങ്ങനെയൊക്കെയാണ് നജസായ വസ്തു ശുദ്ധിയാവുക, നജസ് ശുദ്ധിയാകുമോ എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത്. ഒരു നജസ് ഒരു വസ്തുവിൽ നജസായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് നീക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൊത്തത്തിലൊന്ന് പറയുകയാണെങ്കിൽ, നജസായ രണ്ട് വസ്തുക്കൾ ശുദ്ധിയാകും. ഒന്ന് ഖംർ, അത് സ്വയം സുർക്കയായി വേറെ ഒന്നും അതിലേക്ക് ചേർക്കാതെ അത് സുർക്കയായി. എന്നാൽ നജസായിരുന്ന ഖംർ ശുദ്ധിയുള്ളതാകും, ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അപ്പോ സുർക്കയാക്കാൻ വേണ്ടി എടുത്ത ആ പാത്രം, അതിൻ്റെ മൂടി, അതൊക്കെ ശുദ്ധിയാവും. ആ പാത്രം നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തത് ശവത്തിൻ്റെ തൊലി, അത് ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. നായയുടെയും പന്നിയുടെയും ഒഴികെ മറ്റു ജീവികളുടെ തൊലി അത് ഊറക്കിടൽ കൊണ്ട് എന്താകും? ശുദ്ധിയാകും. ഇങ്ങനെ രണ്ട് നജസുകളാണ് ശുദ്ധിയാകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ബഷീർക്ക, സാഹിദ്? യെസ്. ഇനി നമുക്ക് നജസ്സുകളെ മൂന്ന് വിധങ്ങളാക്കി നജസ്സുകളെ തിരിക്കാം. നമ്മൾ വിശദീകരിച്ച് അതിൽ പറയൂട്ടോ. ഞാനതിൻ്റെ ഇന്നത്തെ പാഠത്തിൻ്റെ ചുരുക്കം പറയാം. ഒന്ന്, അതീവ ഗൗരവമുള്ള നജസ്. നായ, പന്നി, അവകളിൽ
അവകൾ രണ്ടുപേരും കൂടിച്ചേർന്നുണ്ടായത്, അല്ലെങ്കിൽ രണ്ടാലൊന്ന് മറ്റു ജീവികളോട് കൂടിച്ചേർന്നുണ്ടായത്. ഇത് അതീവ ഗൗരവത്തിലുള്ള നജസാണ്. ഈ വസ്തുക്കളെ കൊണ്ട് നജസായ മറ്റു വസ്തുക്കൾ ശുദ്ധീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്, നമ്മൾ പറയും. രണ്ടാമത്തത് മുഖഫഫത്തുൻ എന്നാണ് അതിന് പറയാം, ലളിതമായ നജസ്. ആൺകുട്ടികൾ, ചെറിയ ആൺകുട്ടി അത് പാലല്ലാത്ത ഒന്നും ഭക്ഷിച്ചിട്ടില്ല, ഉമ്മയുടെ മുലപ്പാലല്ലാത്ത മറ്റൊന്നും അത് ഭക്ഷിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ ചിലപ്പോൾ മരുന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ മധുരം കൊടുക്കും, അതൊന്നും കൂട്ടൂല, അത് കുഴപ്പമില്ല. അല്ലാതെ ഈ ഉമ്മയുടെ മുലപ്പാൽ മാത്രമേ ഭക്ഷണമായി സ്വീകരിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ള ആൺകുട്ടിയുടെ മൂത്രം അത് ലളിതമായതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ മൂത്രം ഒരു വസ്ത്രത്തിലോ മറ്റോ ആയിക്കഴിഞ്ഞാൽ അത് ശുദ്ധിയാക്കേണ്ട രീതി വളരെ നേരിയതാണ്. അപ്പം അത് ഒരു ഏറ്റവും ലളിതമായ നജസ് എന്നതിന് പറഞ്ഞു. മൂന്നാമത്തത് മീഡിയം രൂപത്തിലുള്ള നജസ്, അതീവ ഗൗരവമുള്ളതുമല്ല എന്നാൽ നിസ്സാരമായതുമല്ല, മീഡിയത്തിലുള്ളത്. അത് നേരത്തെ പറഞ്ഞ രണ്ട് നജസുമല്ലാത്ത മറ്റ് നജസുകൾ. അപ്പോൾ അതൊരു മീഡിയം ലെവലാണ് അത് ശുദ്ധീകരിക്കണമെങ്കിൽ വേണ്ടത്. അപ്പം അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈ 3 തരം നജസുകളാണുള്ളത്. ആ 3 തരം നമ്മൾ എങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക, നജസുകളെ ശുദ്ധിയാക്കുന്നതല്ല, നജസായ വസ്തുക്കളെ നമ്മൾ എങ്ങനെ ശുദ്ധിയാക്കും എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് പറയും. ക്ലിയർ അല്ലേ? തുടങ്ങല്ലേ? നോക്കാം. ഫസ്ലുൻ, ഒരധ്യായമാണ്. ഫീമ, ചില വസ്തുക്കളിൽ പറയുന്ന അധ്യായമാണ്. യത്തുഹുറു, അത് ശുദ്ധിയാകും. അപ്പൊ ശുദ്ധിയാകുന്ന ചില വസ്തുക്കളിൽ പറയുന്ന അധ്യായമാണ്. ശുദ്ധിയാക്കാൻ പറ്റുന്ന, ശുദ്ധിയാകുന്ന എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കിയാൽ ശുദ്ധിയാവുന്ന ചില വസ്തുക്കളിൽ പറയുന്ന അധ്യായമാണ്. വമാ ലാ യത്തുഹുറു, ശുദ്ധിയാക്കാൻ കഴിയാത്ത ചില വസ്തുക്കളിൽ പറയുന്ന അധ്യായവുമാണ്. നോക്കാം. വതത്തുഹുറു, ശുദ്ധിയാകും. അൽ ഖംറത്തു, കള്ള് ശുദ്ധിയാകും. ഇദാ തഖല്ലലത്, അത് സുർക്കയായാൽ, ബിനഫ്സിഹ, സ്വയം, മറ്റൊരു പുറത്തു നിന്നുള്ള ശുദ്ധിയുള്ളതോ അല്ലെങ്കിൽ നജസുള്ളതോ ആയ വസ്തു ചേർക്കാതെ, ചേർത്തിട്ട് ഉള്ളൂ, അതിൽ നിന്നൊന്നും അതിലേക്ക് വിട്ട് കടന്നിട്ടൊന്നുമില്ല, അങ്ങനെയാണെങ്കിലും അത് ശുദ്ധിയാവൂല, സ്വയം ശുദ്ധിയാവണം. അപ്പൊ ഖംറത്ത്, കള്ള് ശുദ്ധിയാകും. ഇദാ തഖല്ലലത്, അത് സുർക്കയായാൽ, ബിനഫ്സിഹ, സ്വയം. വകദാലിക, അപ്രകാരം തന്നെ, അന്നബീദു, നബീദും ശുദ്ധിയാകും. വീഞ്ഞ്, മിനത്തംരി, കാരക്കയിൽ നിന്നുണ്ടാക്കിയ, അവിസബീബി, അല്ലെങ്കിൽ ഉണക്കമുന്തിരിയിൽ നിന്നും ഉണ്ടാക്കിയ വീഞ്ഞും സ്വയം സുർക്കയായി കഴിഞ്ഞാൽ ശുദ്ധിയുള്ളതാകും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആരപ്പ ജോയിൻ ചെയ്തേ? സുബേർക്കെ? നാസർ. അപ്പൊ ഹംറ്, കള്ള്, വീഞ്ഞ് ഇവകൾ സ്വയം സുർക്കയായി മാറിക്കഴിഞ്ഞാൽ
നജസായിരുന്ന ആ വസ്തു, ഖംറ് നജസാണ്, വീഞ്ഞ് നജസാണ്, അത് സ്വയം സുർക്കയായി മാറിക്കഴിഞ്ഞാൽ അത് ശുദ്ധിയുള്ളതാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വജിൽദുൽ മൈത്തത്തി, ശവത്തിന്റെ തൊലി, അതും ശുദ്ധിയാകും. ഇദാ ദുബിഗ, ഊറക്കിടപ്പെട്ടാൽ. ഊറക്കിട്ട ശവത്തിന്റെ തൊലി, ശവം നജസാണ്, അപ്പോൾ അതിൻ്റെ തൊലിയും നജസാണ്. ആ തൊലി ചില പ്രത്യേക പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഊറക്കിടുക, അതിലുള്ള മ്ലേച്ഛമായ വസ്തുക്കളെ കത്തിച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് ഊറക്കിടുക എന്ന് പറയുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ശുദ്ധിയുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും നജസായ ഈ രണ്ട് വസ്തുക്കൾ ശുദ്ധിയുള്ളതായി മാറി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോട്ട് ചെയ്യണേ, നോട്ട് ചെയ്ത് വെക്കണേ, അല്ലെങ്കിൽ മാറിപ്പോകും. അപ്പൊ നജസിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. നജസ്സുകളിൽ നിന്നും 2 ശുദ്ധിയുള്ള അവസ്ഥയിലാകും. ഇനി പറയാണ്, ഇനി അതീവ ഗുരുതരമായ നജസ്സുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, നായയും പന്നിയും, അല്ലെങ്കിൽ നായയും പന്നിയും സങ്കലനമായി മറ്റൊരു ജീവി ഉണ്ടായി, നായയും ശുദ്ധിയുള്ള മറ്റൊരു ജീവിയും ചേർന്ന് വേറൊരു ജീവി ഉണ്ടായി. എങ്ങനെയായാലും അത് അതീവ ഗുരുതരമായ നജസ്സാണ്. വഇദാ തനജ്ജസ ശൈഉൻ, ഒരു വസ്തു നജസായാൽ, മലിനമായാൽ, ഒരു വസ്തു മലിനമായാൽ, ബിബൗലി കൽബിൻ, നായയുടെ മൂത്രം കൊണ്ട് മലിനമായി, നായയുടെ മൂത്രം കൊണ്ട് മലിനമായി, ഔ ഖിൻസീരിൻ, അല്ലെങ്കിൽ പന്നിയുടെ മൂത്രം, വേസ്റ്റ് കൊണ്ട് എന്തായി? മലിനമായി, ഔ ഫർഇ അഹദിഹിമ, അല്ലെങ്കിൽ ഈ 2 ജീവികളുടെ നിന്നും ഒന്നിന്റെ ഫർഇ, നായ സങ്കലനമായി മറ്റു ജീവിയുമായി ബന്ധപ്പെട്ടുണ്ടായി, അപ്പൊ അതിൻ്റെ മൂത്രമായി, അല്ലെങ്കിൽ പന്നി മറ്റു ത്വാഹിറായ ഒരു ജീവിയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഉണ്ടായി, അതിൻ്റെ മൂത്രം കൊണ്ട് ഒരു വസ്തു നജസായി. ഉദാഹരണം പറയാം, നമ്മുടെ വസ്ത്രത്തിൽ നായയുടെ മൂത്രമായി, ഔ ലുആബിഹി, അല്ലെങ്കിൽ നായയുടെ വായിലെ ഉമിനീരായി, സലൈവ, ലുആബ്, ഉമിനീര്, നായയുടെ വായിൽ, അല്ലെങ്കിൽ ആ നായ പന്നിയുടെ അല്ലെങ്കിൽ അതിൻ്റെ പിരിഞ്ഞുണ്ടായ ജീവിയുടെ, ഔ റൗസിഹി, അല്ലെങ്കിൽ അതിൻ്റെ മലമായി, കാഷ്ടം കൊണ്ട് നജസായി, ഔ അറഖിഹി, അല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പ് കൊണ്ട് നജസായി, ഔ ബദനിഹി, അല്ലെങ്കിൽ ആ നായ പന്നി അല്ലെങ്കിൽ നായയിൽ നിന്നും പന്നിയിൽ നിന്നൊക്കെ പിരിഞ്ഞുണ്ടായ ജീവിയുടെ ശരീരം കൊണ്ട് മലിനമായി, വഹുവ റത്തുബുൻ, ആ ശരീരം നനഞ്ഞ അവസ്ഥയിലാണ്. ഉദാഹരണം, നമ്മുടെ ദേഹത്ത് ഒരു നനഞ്ഞു വന്ന നായ തൊട്ടു, സ്പർശിച്ചു, അല്ലെങ്കിൽ നായ നനഞ്ഞിട്ടില്ല, നമ്മുടെ ശരീരം നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള അവസ്ഥയിൽ നായയുടെ ശരീരത്തിൽ നാം സ്പർശിച്ചു, നനവ് രണ്ടോടത്തും ഉണ്ടെങ്കിൽ എന്തായാലും ആയി, അല്ലെങ്കിൽ രണ്ടാലൊരു സ്ഥലത്തും, ഒരിക്കൽ നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ നായയുടെ ശരീരമോ നനഞ്ഞു. ആ അവസ്ഥയിൽ മുത്തനജ്ജിസായി, അപ്പൊ നമ്മൾ മലിനമായി. നിലത്താണെങ്കിൽ, തറയാണെങ്കിൽ തറ മലിനമായി, വീടിന്റെ സിറ്റ് ഔട്ട് ആണെങ്കിൽ വീടിന്റെ സിറ്റ് ഔട്ട് മലിനമായി, വസ്ത്രമാണെങ്കിൽ വസ്ത്രം മലിനമായി, മുത്തനജ്ജിസായി. അങ്ങനെ മുത്തനജ്ജിസായാൽ, മലിനമായാൽ, വുസില, ആ മലിനമായ വസ്തു കഴുകപ്പെടണം. 7 പ്രാവശ്യം കഴുകപ്പെടണം.
7 പ്രാവശ്യം കഴുകപ്പെടണം. 7 പ്രാവശ്യം. എങ്ങനെയുള്ള 7 പ്രാവശ്യം? ഇഹ്ദാഹുന്ന, അവകളിൽ നിന്നും ഒന്ന്, ബിതുറാബിൻ, മണ്ണ് കൊണ്ട് ആവണം. കഴുകുന്ന വെള്ളം എന്നിരിക്ക മണ്ണ് കൊണ്ട്, മണ്ണ് കലർത്തിയ വെള്ളമാവണം. എങ്ങനെയുള്ള മണ്ണ്? ഏതെങ്കിലും മണ്ണ് പോരാ. താഹിരിൻ ത്വഹൂരിൻ, താഹിറായ ശുദ്ധിയുള്ള, വെള്ളമൊന്നുമില്ലെങ്കിൽ, വെള്ളം കിട്ടാത്ത അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ഉളൂഇനൊക്കെ പറ്റുന്ന, ശുദ്ധിയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മണ്ണ്. അങ്ങനെയുള്ള മണ്ണ് കൊണ്ട് കലർത്തിയ വെള്ളം കൊണ്ടാവണം. അതിലൊരു പ്രാവശ്യം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ പറയും? ഇവിടെ ബാക്കിയുള്ളവരെവിടെ? ബഷീർക്ക, സാഹിദ്, നാസർക്ക, ക്ലിയർ അല്ലേ? ആ, നനഞ്ഞതാകുമ്പോൾ ആണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നനഞ്ഞിട്ടില്ലെങ്കിൽ ഈ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധം ഇല്ല. മനസ്സിലായില്ലേ റാഷിദ? നനഞ്ഞതാണെങ്കിൽ 2/1 നനയണം. 2/1 എന്ന് പറഞ്ഞാൽ 2-ൽ 2 നനഞ്ഞാൽ പിന്നെ 2/1 എന്തായാലും നനഞ്ഞു, പുറമെ 2 നനഞ്ഞു എന്നായി. അപ്പോൾ എന്തായാലും വേണം. നനയുമ്പോഴാണ് 7 പ്രാവശ്യം കഴുകേണ്ടത്. നിർബന്ധമാണ്. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. ഈ മണ്ണിങ്ങനെ ഇട്ടു, എന്നിട്ട് അതിൻ്റെ മേല് വെള്ളം ഒഴിച്ചു, എന്നാലും കുഴപ്പമില്ല. മണ്ണിങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ എന്ത് ചെയ്തു, വെള്ളം മണ്ണിലിങ്ങനെ കലക്കിയിട്ട് ഒഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി എന്ത് ചെയ്തു, അല്ലെങ്കിൽ മണ്ണ് ആദ്യം ആ നജസായ ഭാഗത്ത് വെച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, പൈപ്പ് കൊണ്ട് വെള്ളമൊക്കെ ആക്കി കലക്കിയിട്ട്, അങ്ങനെയും കുഴപ്പമില്ല, ഇങ്ങനെയും പറ്റും. യെസ്. അപ്പൊ ഇപ്പൊ നമ്മള് ഒരു വസ്തു ഇവകളെ കൊണ്ട് നജസായാലാണ് പറഞ്ഞത്. ഇനിയോ വഇദാ തനജ്ജസത് തുറാബു, മണ്ണ് മലിനമായാൽ, ബിൽ കൽബി, നായ കൊണ്ട്. മണ്ണ് മലിനായി, മണ്ണായാലും ആ മണ്ണിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നജസാവുമല്ലോ, മുത്തനജിസാണല്ലോ. അപ്പോൾ ഫയക്ഫീഹി, മതിയാകുന്നതാണ്. അവിടെ ആ മണ്ണിനിക്ക് മതിയാകും. 7 മറാത്തിൻ, 7 പ്രാവശ്യം കഴുകൽ മതിയാകും. ബിൽ മാഇൽ ഖാലിസ്, ക്ലിയർ ആയ വെള്ളം കൊണ്ട്. മണ്ണ് കലക്കിയ വെള്ളം അവിടെ വേണ്ട, മണ്ണ് കലക്കിയ വെള്ളം ഒന്നും അതിൽ വേണ്ട, ക്ലിയർ ആയ വെള്ളം കൊണ്ട് 7 വട്ടം ശുദ്ധിയുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അപ്പൊ ഇത് മുഗല്ലവായ, അതികഠിനമായ, അതിതീവ്ര ഗൗരവത്തോടെ പരിഗണിക്കേണ്ട നജസ് മൂലം മലിനമായ വസ്തുവിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഏറ്റവും ലളിതമായ നജസ്, വമാ, ഒരു വസ്തു, തനജ്ജസാദ് മലിനമായിരിക്കുന്നു, ബിബൗലി സ്വബിയിൻ, ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് മലിനമായിരിക്കുന്നു. എങ്ങനെയുള്ള ആൺകുട്ടിയാണ്? ലം യത്അം, ആ കുട്ടി ഭക്ഷിച്ചിട്ടില്ല, വൈറല്ലബനി, പാലല്ലാതെ, മുലപ്പാലല്ലാതെ കുടിച്ചിട്ടില്ല, ഭക്ഷണമായി ഉപയോഗിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ കുട്ടിയാണ്, ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിയ കുട്ടിയാണ്, എന്നാൽ പറ്റില്ല. മുലപ്പാൽ മാത്രമാണ് ഭക്ഷണമായി കഴിക്കുന്നത്. അങ്ങനെയുള്ള ആൺകുട്ടിയുടെ മൂത്രം കൊണ്ട് മലിനമായ ഒരു വസ്തു നുളിഹ, നൽഹ് ചെയ്യപ്പെടണം.
നളഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വഹുവ അത് റശ്ശുഹു ബിൽ മായി, വെള്ളം കൊണ്ട് അതിനെ കൊടയണം. വെള്ളം എടുത്ത് ഇങ്ങനെ കുടഞ്ഞാൽ മതി, കഴുകണം എന്നില്ല. വെള്ളം കൊണ്ട് കൊടയുക. പക്ഷെ കൊടയുമ്പോൾ ശ്രദ്ധിക്കണം, മഅൽ ഗലബത്തി, കൊടയുന്ന വെള്ളം മികച്ചു നിൽക്കണം. നജസിനേക്കാളും ആ മൂത്രത്തിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാവണം. വൽ മുകാസറത്തി, വർദ്ധിക്കുകയും വേണം. കുടയുന്നത് ആ മികച്ചു നിൽക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കുടയണം. അത്ര കുറച്ച് കഴിക്കണു, അത് വെറുതെ ഒരു കുടഞ്ഞു, മൂത്രം ഒരു 5 തുള്ളി ഉണ്ട്, ഒരു തുള്ളിയാണ് കുടഞ്ഞത്, അതുപോലെ അതിനേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞ് ശുദ്ധിയാക്കണം. അങ്ങനെ ശുദ്ധിയാക്കാം. ആ മുത്തലഞ്ചിസായ വസ്തുവിനെ നമുക്ക് ശുദ്ധിയാക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റാഷിദേ, ഇവിടെ ആളുകൾ എന്താ ജോയിൻ ചെയ്യാത്തത്? ഇവിടെ ഇവരൊക്കെ പോകുന്നു. നമ്മളെ കുട്ടികളൊന്നും തീരെ ജോയിൻ ചെയ്യുന്നില്ലല്ലോ ഇപ്പം. അപ്പൊ അതുമായിട്ടോ. അപ്പൊ നമ്മൾ ആദ്യം നജസ് തന്നെ അവസ്ഥ മാറുമ്പോൾ ശുദ്ധിയാകുന്ന 2 പറഞ്ഞു. ഇനി കഠിനമായ അതീവ ഗൗരവമുള്ള നജസ്സുകൾ കൊണ്ട് മലിനമായ ഒരു വസ്തു ശുദ്ധീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു. വളരെ ലളിതമായ നജസ് കൊണ്ട്, പെൺകുട്ടിയുടെ മൂത്രം പറ്റൂല കേട്ടോ, പറയും, പെൺകുട്ടികളുടെ പറ്റില്ല. വളരെ ലളിതമായ നജസ് കൊണ്ട് മലിനമായ ഒരു വസ്തുവിനെ ശുദ്ധീകരിക്കുന്ന രൂപവും പറഞ്ഞു. ഇനി ബാക്കിയുള്ള നജസ്, ബാക്കിയുള്ള ഏതാ? പെൺകുട്ടികളുടെ മൂത്രം അത് കുറച്ച് ഗൗരവമുള്ളതാണ്. അത് ഇതുപോലെയല്ല, അതില് മാലിന്യത്തിന്റെ അളവ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അതൊരു പ്രത്യേക അവസ്ഥാവിശേഷങ്ങൾ അവർക്ക് ഭാവിയിൽ ഉണ്ടാകുമല്ലോ. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കുറച്ച് ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന്. ആൺകുട്ടിയുടെ മനസ്സിലായോ റാഷിദേ? അത് പറയും, നമ്മൾ ഇതിന്റെ ശർഹ് കൂടി വായിക്കുമ്പോൾ ഇല്ലല്ല, അതും പറ്റൂല. ഇത് ആൺകുട്ടിയുടെ 5 വയസ്സിൽ ഇങ്ങനെ പാൽ പിടിച്ചോണ്ട് 2 വയസ്സ് 2 വയസ്സ് 2 വയസ്സ് 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം. അതെ അതെ, അതുണ്ട്, അത് മാത്രമാണ്. ചെറിയ മരുന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മധുരം കൊടുത്തല്ലോ, മധുരം ആദ്യം കൊടുക്കുമല്ലോ. ഈ മധുരമുള്ളതൊന്ന് ചവച്ച്, ഈത്തപ്പഴത്ത് ചവച്ച് അതിന്റെ നീരൊക്കെ കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. കേൾക്കുന്നില്ല? ഇല്ലല്ലോ, 2 വയസ്സ് വരെ പ്രധാന ഭക്ഷണം തന്നെയാണ്, ശേഷമാണ് കൊടുക്കുക. പിന്നെ ചില വളവന്മാരും ഉമ്മമാരും എന്ത് ചെയ്യും, അപ്പൊ പറ്റൂല. അപ്പൊ ആ കുട്ടിയുടെ പറ്റൂല, ആ കുട്ടിയുടെ മൂത്രായ പറ്റില്ല, ഇത് ഈ രൂപം പറ്റില്ല. അപ്പൊ അത് മീഡിയം നജസാവും. നമ്മൾ ഇനി പറയാൻ പോണ നജസാവും. അത് മീഡിയം ലെവൽ നജസ് അല്ല, സോറി, ഏറ്റവും ലളിതമായ രൂപത്തിൽ നജസാവണമെങ്കിൽ ഇങ്ങനെ ആവണം. കുട്ടികൾക്ക് പലതും 6 മാസമാകുമ്പോഴും 1 വയസ്സാകുമ്പോഴൊക്കെ കൊടുക്കും. അങ്ങനെ ഇതാ അവരുടെ മൂത്രം ആൺകുട്ടിയാണെങ്കിലും പറ്റില്ല. അതായി കഴിഞ്ഞാൽ അത് മീഡിയം നജസിൽപ്പെടും. ഇനി പറയാൻ പോകുന്ന നജസിൽപ്പെടും. അല്ല ചോദിച്ച് റാഷിദ്? അതല്ലേ ചോദിച്ചേ? ഇവിടെ ഭയങ്കര മഴയാണ്. മഴ അവിടെ മഴ ഉണ്ടോ നാട്ടിലൊക്കെ? നിങ്ങളുടെ നാട്ടിലുകളിലൊക്കെ? നമ്മുടെ വേറെ ഒരു ബാച്ചത്തെ ദർസിലൊരു ഹക്കീം ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഈരാറ്റുപേട്ട.
അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും ഒക്കെ വെള്ളത്തിലാണ്. അത് ഇന്നലെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുള്ളവരൊന്നുമില്ലല്ലോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. പെട്ടെന്ന് തന്നെ അള്ളാഹു സലാമത്ത് നൽകട്ടെ. അപ്പൊ നോക്കേ, ഇനി അപ്പൊ അത് കഴിഞ്ഞിട്ടോ, ഏറ്റവും ഗൗരവമുള്ള നജസ്സും പറഞ്ഞു, ഇനി ഏറ്റവും ലളിതമായ നജസ്സും പറഞ്ഞു. ഇനി നോക്കണേ, വസായിറുൻ നജാസാത്തി, മറ്റു നജസ്സുകൾ, അതീവ ഗുരുതരമുള്ള നജസ്സോ അല്ലെങ്കിൽ അതീവ ലളിതമായ നജസ്സോ അല്ലാത്ത മറ്റു നജസ്സുകൾ, ബാക്കി നജസ്സുകളൊക്കെ അതിലപ്പെടും. തത്തുഹുറു, അവ ശുദ്ധിയാകും, അവ മൂലം മലിനമായ വസ്തു ശുദ്ധിയാകും. ബിൽ ഗസ്ലി, കഴുകൽ കൊണ്ട്. അവിടെ എന്തോ പോരാ, കുടഞ്ഞാ പോരാ, കഴുകൽ കൊണ്ട്. കഴുകൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, എങ്ങനെ കഴുകണം? ഇദാ സാലത് ത്വഅ്മുഹ, ആ നജസിന്റെ രുചി നീങ്ങിപ്പോണം. വലൗനുഹ, ആ നജസിന്റെ നിറവും നീങ്ങിപ്പോണം. വരീഹുഹ, ആ നജസിന്റെ മണവും സ്മെല്ലും നീങ്ങിപ്പോണം. നിറവും മണവും രുചിയും നീങ്ങിപ്പോകുന്ന രൂപത്തിൽ കഴുകണം. അപ്പൊ അത് ശുദ്ധിയുള്ളതായി. ആ വസ്തു, അത്തരം നജസ് കൊണ്ട് മലിനമായ വസ്തു ശുദ്ധിയുള്ളതായി. വലായളുറു, പ്രയാസമില്ല, കുഴപ്പമില്ല. ബഖാഉലൗനിൻ, നിറം മാത്രം ബാക്കിയാകലുകൊണ്ടോ, ഔരീഹിൻ, അല്ലെങ്കിൽ വാസന മാത്രം ബാക്കിയാവലുകൊണ്ടോ, എത്ര കഴുകിയിട്ടും നിറണ്ട് പോകുന്നില്ല, എത്ര കഴുകിയിട്ടും മണം പോകുന്നില്ല. രുചിയല്ല കേട്ടോ, രുചി പറ്റൂല. രുചി എത്ര കഴുകി പോകുന്ന എങ്ങനെയുള്ള നിറമോ, എങ്ങനെ രണ്ടും പറ്റൂല കേട്ടോ. നിറവും മണവും പാടും പറ്റൂല. നിറമോ മണമോ ബാക്കിയാവല് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെയുള്ള നിറവും മണവുമാണ് അസുറ, പ്രയാസമായിരിക്കുന്നു. സവാലുഹു, അതിനെ നീക്കൽ, അത് നീങ്ങിപ്പോകൽ ബുദ്ധിമുട്ടായിരിക്കുന്നു. സോപ്പും മറ്റും ഡിറ്റർജൻറ്റും എല്ലാം ഉപയോഗിച്ചു, നിറാണ്ട് പോകുന്നില്ല, അല്ലെങ്കിൽ സ്മെല്ലാണ്ട് പോകുന്നില്ല. രണ്ടും കൂടി ബാക്കിയാവരുത്, അല്ലെങ്കിൽ രുചി മാത്രമാണെങ്കിലും ബാക്കിയാവരുത്, അങ്ങനെയും പറ്റൂല. വലായതുഹുറുൽ മാഇഉ, ദ്രാവകം ശുദ്ധിയാവുകയില്ല. ലിക്വിഡ്, ദ്രാവകം, എന്ന് പറഞ്ഞാൽ ദ്രാവക വസ്തു ശുദ്ധിയാവുകയില്ല. ഇതാ തനജ്ജസാദ്, മലിനമായാൽ ദ്രാവകം എന്താവുകയില്ല, ശുദ്ധിയാവുകയില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ ബഷീർക്ക, യെസ്. നമുക്ക് ഷറഹ് ഒന്ന് പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോ ഖംറും നബീദും, മദ്യവും വീഞ്ഞും സ്വയം ശുദ്ധിയുള്ളതായാൽ, സ്വയം സുർക്കയായാൽ ശുദ്ധിയാകും. അതുപോലെ നായ, പന്നി ഇവകളുടെ അല്ലാത്ത ശവത്തിൻ്റെ തൊലിയും ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. രണ്ട് നജസ്സുകൾ, ഐനുൻ നജസ്, നജസ, ആ നജസ് തന്നെ ശുദ്ധിയുള്ള അവസ്ഥയിലാകും. സ്വയം സുർക്കയാവുക എന്ന് പറഞ്ഞാൽ
അതിൽ വേറെ ഒരു വസ്തു നമ്മൾ മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്യുന്ന വസ്തു ശുദ്ധിയുള്ളതാവാം, അല്ലെങ്കിൽ നജസാവാം. ശ്രദ്ധിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണേ. നമ്മളൊരു സ്വയം സുർക്കയായാലാണ് പറ്റുകയെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ശുദ്ധിയാകരണം. ഈ ഒരു മസാല. ഇനി അതിലൊരു മിക്സ് ചെയ്യുന്ന ഒരു വസ്തു അത് ശുദ്ധിയുള്ളതാവാം, അല്ലെങ്കിൽ നജസാവാം. നജസാണെങ്കിൽ എന്തായാലും അത് ശുദ്ധി ഉള്ള വസ്തു ആവൂല. ഏത്? മറ്റേ മദ്യം സുർക്കയായാലും ശുദ്ധിയാവില്ല. കാരണം നേരത്തെ പറഞ്ഞു നമ്മൾ, ദ്രാവകം മലിനമായാൽ അത് ശുദ്ധിയാക്കാൻ കഴിയില്ല. ഇനി ശുദ്ധിയുള്ള ഒരു വസ്തുവാണ് അതിൽ മിക്സ് ചെയ്തത്. ആ വസ്തുവിനെ ഉടൻ തന്നെ എടുത്തു. ഈ വസ്തു, അതായത് വിട്ട ശുദ്ധിയുള്ള വസ്തുവിൽ നിന്നും ഒന്നും അതിലേക്ക് ചേർന്നിട്ടില്ല. സുർക്കയാകുന്നതിന് മുമ്പ് അതിനെ എടുക്കുകയും ചെയ്തു. ഒരു മദ്യത്തിൽ ഒരു ശുദ്ധിയുള്ള ഒരു വസ്തു ഇട്ടു. ആ ഇട്ട വസ്തു സുർക്കയായി തീരുന്നതിന് മുമ്പ് തിരിച്ചെടുത്തു. ഈ ഇട്ട വസ്തുവിൽ നിന്നും ഒന്നും അതിലേക്ക് ചേർന്നിട്ടുമില്ല. എന്നാൽ കുഴപ്പമില്ല, അത് സുർക്കയായാൽ ശുദ്ധിയാകുമെന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. മനസ്സിലായോ? ശ്രദ്ധിക്കണേ. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നാണല്ലോ. ഇതിന്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ല. പിന്നെ അത് ശുദ്ധിയാകുമെന്ന് അഭിപ്രായമുണ്ട്. യെസ്. ഇനി ശവത്തിന്റെ തൊലി, അത് നായ, പന്നി ഇവകളുടെ അല്ലാത്തത്. അപ്പം അതിൽ രോമം ഉണ്ടെങ്കിലോ, തൊലിയിൽ രോമം ചേർന്നുണ്ടാവും. അത് ഒരുപാടുണ്ടെങ്കിൽ, ആ രോമം ഒരുപാടുണ്ട് എങ്കിൽ അത് എന്താണ്, ശുദ്ധിയാവില്ല. കുറച്ചാണെങ്കിൽ കുറച്ച് രോമം, കുറഞ്ഞ രോമമുള്ളൂ, അത് പിന്നെ ആ തൊലി ശുദ്ധിയാവുന്ന കൂട്ടത്തിൽ അതും ശുദ്ധിയായിട്ട് പരിഗണിക്കും. ഇത് നമ്മൾ ശവത്തിന്റെ തൊലിയാണ് പറഞ്ഞത്. ഇനി അറുത്തത് ജീവിയുടെ തൊലി, അത് ഉറക്കിടൽ സുന്നത്താണ്. അത് നജസല്ല, നിർബന്ധമല്ല. അത് എന്തില്ല, ഉറക്കിടൽ നിർബന്ധം ഇല്ല. ശവത്തിന്റെ തൊലിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പിന്നെ നമ്മൾ പറഞ്ഞത് 3 തരം നജസുകളാണ്, 3 ഹുക്കുമുകളാണ് അവിടെ. ഒന്ന് അതീവ ഗുരുതരമായ നജസ്, നായ, പന്നി. രണ്ടാമത്തത് വളരെ ലളിതമായ നജസ്, ആൺകുട്ടിയുടെ മൂത്രം, നേരത്തെ പറയപ്പെട്ട രൂപത്തിൽ. മൂന്നാമത്തത് മീഡിയം, അല്പം ഗൗരവമുള്ള നജസ്. എങ്ങനെയാണ് നമ്മൾ അതീവ ഗുരുതരമുള്ള നജസിനെ നീക്കം ചെയ്യുക? അത് നായയോ പന്നിയോ ആയിക്കഴിഞ്ഞാൽ 7 പ്രാവശ്യം കഴുകണം. 7 പ്രാവശ്യം കഴുകണം. അപ്പൊ ആദ്യം ആ നജസായ, അവിടെ നജസ് ഉണ്ട്, ഇപ്പം കാഷ്ടമാണ്, നായയുടെ കാഷ്ടമാണ് അയക്കുന്നത്, അതിനെ ആദ്യം നീക്കം ചെയ്യണം. 7 പ്രാവശ്യം കഴുകി 6ാമത്തെ പ്രാവശ്യം കഴുകുമ്പോഴാണ് ആ കാഷ്ടം തന്നെ പോകുന്നത്. എന്നാൽ ഒന്നായിട്ടേ പരിഗണിക്കുള്ളൂ, ഒറ്റ കഴുകലേ പരിഗണിക്കുള്ളൂ.
പിന്നെ 6 കഴുകൽ വേറെ വേണം. ആദ്യം എന്ത് ചെയ്യണം? ആ നജസിനെ, അതിൻ്റെ തടിയെയും അതിൻ്റെ വിശേഷണത്തെയും നീക്കം ചെയ്യണം. ഒരാളത് ചെയ്തില്ല, 7 വട്ടം, 5-ാമത്തെ പ്രാവശ്യമാണ് അതിൻ്റെ തടിയും അതിൻ്റെ വാസനയൊക്കെ വിശേഷണമൊക്കെ പോകുന്നത് എങ്കിൽ ആ 5-ാമത് എന്നുള്ളത് ഒന്നായിട്ട് പരിഗണിക്കുക. പിന്നെ 6 വട്ടം വേറെ കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ ബഷീർക്ക, സാഹിദ്? ഇനി ഒന്നെന്ത് ചെയ്യണം? മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടാവണം. ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞു, നജസുള്ള സ്ഥലത്ത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകലാണ്. എങ്ങനെയും പറ്റും, ഇത്തരം നജസായ സ്ഥലത്ത് മണ്ണ് വെച്ചു എന്നിട്ട് വെള്ളം ഒഴിക്കാനും പറ്റും. ഏറ്റവും നല്ലത് മണ്ണ് കലക്കി പാരുന്ന വെള്ളം ഒന്നാമതാവണം. ഇനി മണ്ണാണ് നായ അതുപോലത്തോണ്ട് ആവണമെന്ന് വെച്ചെങ്കിൽ അവിടെ കറക്റ്റ് വെള്ളം, ശുദ്ധമായ വെള്ളം 7 പ്രാവശ്യം കൊണ്ട് കഴുകിയാൽ മതി. ഇനി മുഖഫഫത്താണ്, ഇത് ശ്രദ്ധിക്കണേ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാലല്ലാത്ത 2 വയസ്സ് പ്രായമായിട്ടില്ല, മുലപ്പാലല്ലാത്ത ഒന്നും ഭക്ഷണമായി കഴിച്ചിട്ടുമില്ല, എന്നാൽ അവിടെ വെള്ളം എന്ത് ചെയ്യണം? ഉടയൽ കൊണ്ട് മതി. വെള്ളം ഒഴിക്കണം എന്നൊന്നുമില്ല, കുറേ കുറഞ്ഞിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ കഴുകലായല്ലോ, അതൊന്നുകൂടി നന്നായി. ഉടഞ്ഞാൽ തന്നെ ആ നജസ് അവിടുന്ന് നീങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ അടുക്കൽ ഉമ്മു ഖൈസ് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹ വന്നു. ഒരു ചെറിയ കുട്ടിയുമുണ്ട്, ആൺകുട്ടി. ഈ രൂപത്തിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം നബി തങ്ങൾ കുട്ടിയെ എടുത്തു മടിയിലിരുത്തി, കുട്ടി മൂത്രമൊഴിച്ചു. അപ്പം നബി തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അത് വെള്ളം കുടയുകയും ചെയ്തു. കഴുകിയില്ല, കഴുകേണ്ടതില്ല എന്ന് നബി തങ്ങൾ കാണിച്ചു തന്നു. അപ്പൊ മൂത്രാണ് പറഞ്ഞ്, അപ്പൊ കാഷ്ടം ആയാൽ പറ്റൂല. ആൺകുട്ടിയാണ് പറഞ്ഞത്, അപ്പൊ പെൺകുട്ടിയുടേത് പറ്റൂല. അതെന്താന്ന് വെച്ചാല് ആൺകുട്ടികളെ എടുത്ത് നടക്കല് അത് കൂടുതലാ. പെൺകുട്ടീനെ അങ്ങനെ കൂടുതൽ എടുത്ത് നടക്കണമെന്നില്ല. ആൺകുട്ടികളെ എടുത്ത് നടക്കല് എപ്പോഴും കരഞ്ഞുകൊണ്ടും വലിച്ചും കൊണ്ടും എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാരണം പറയുന്നു. അങ്ങനെ ഉണ്ടോ ബഷീർക്ക? ആൺകുട്ടിയും പെൺകുട്ടിയും നോക്കുകയാണെങ്കിലേ ആൺകുട്ടികളെ എടുത്തുകൊണ്ട് നടക്കല് കൂടുതലാണ്. പെൺകുട്ടീനെ അത്ര എടുക്കണ്ടെന്നല്ല, ഇതിപ്പോ ഒരു മൊത്തക്കണക്കിലാ പറയുന്നു കേട്ടോ. ചിലപ്പോൾ ചില വീട്ടില് ആ പെൺകുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും. ഒത്ത് നോക്കുകയാണെങ്കിൽ പ്രകൃതം, ആൺകുട്ടികളുടെ പ്രകൃതം എപ്പോഴും എടുത്ത് കൊണ്ടുപോകണം. പെൺകുട്ടീനെ പിന്നെ അങ്ങനല്ല എന്നാണ് ഇതിൽ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ അല്ല? ക്ലിയർ അല്ല? റാഷിദൻ, നമ്മളെ ഉമ്മാനോടും ചോദിച്ചാൽ മതി, അപ്പം മനസ്സിലാവും. ഉമ്മാനോടും ഉപ്പാനോടൊപ്പം ചോദിച്ചാലേ, പങ്ങന്മാരുള്ള ആളുകൾ ചോദിച്ചാൽ മതി. അപ്പോ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ കുട്ടിയാണ്, വെള്ളം കുടിക്കാൻ തുടങ്ങിയ കുട്ടിയാണ്, പറ്റൂല. അതിൻ്റെ മൂത്രം പറ്റും. മാത്രം അയാൾ ഇങ്ങനെ പോരാ, കഴുകനാവും.
അപ്പോൾ ഇനി മരുന്നോ അല്ലെങ്കിൽ മധുരമോ ഒക്കെ കൊടുത്താൽ അത് കുഴപ്പവുമില്ല. രണ്ട് വയസ്സാവാനും പാടില്ല. 2 വയസ്സായാൽ നേരത്തെ പറഞ്ഞ നിബന്ധനകളൊന്നും ഇല്ലെങ്കിൽ മുത്തവസ്സിത്തത്താകും, മീഡിയമായ നജസാകും, ലളിതമായതാവില്ല. ഇനി മീഡിയം നജസ് എങ്ങനെയാണ് ശുദ്ധിയാക്കുക? അത് നമുക്ക് വേണമെങ്കിൽ 2 രൂപത്തിൽ അതിനെ വിഭജിക്കാം. മീഡിയം നജസിനെ ഇതിലെങ്ങനെ കിതാബിൽ വിഭജിക്കുന്നുണ്ട്. നിറവും മണവും, നിറമോ മണമോ രുചിയോ ഉള്ള നജസ്. അപ്പം അതിൻ്റെ ആ നിറവും മണമോ രുചിയോ നീക്കണം. ഇനി ചിലപ്പോൾ നിറം ഉണ്ടാവില്ല, മണം ഉണ്ടാവില്ല, രുചി ഉണ്ടാവില്ല. അപ്പം പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. അവിടെ അപ്പോഴും കഴുകണം കേട്ടോ, വെള്ളം ഒഴിച്ചാൽ മതി. ഇനി പറയുന്നത്, കഴുകിയതിന് ശേഷം നിറം മാത്രം ബാക്കിയായി അല്ലെങ്കിൽ മണം മാത്രം ബാക്കിയായി, അത് ഭയങ്കര പ്രയാസമാണ് നീക്കാൻ. സോപ്പും ഡിറ്റർജൻറ്റും ഉപയോഗിച്ചിട്ടൊന്നും പറ്റുന്നില്ല. 3 പ്രാവശ്യമൊക്കെ കഴുകി പറ്റുന്നില്ല. എന്നാൽ അത് കുഴപ്പം ഇല്ല. നിറവും മണവും ബാക്കിയായി അപ്പോൾ പ്രശ്നമാണ്. അല്ലെങ്കിൽ രുചി മാത്രം ബാക്കിയായി അപ്പോഴും പ്രശ്നമാണ്. അത് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ശരി പ്രശ്നമാണ്. നിറമോ മാത്രം അല്ലെങ്കിൽ മണമോ മാത്രം ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി പിന്നെ പറഞ്ഞു പോണം. ഇനി എത്ര കഴുകിയിട്ടും നിറം മാത്രം അവിടെ ബാക്കിയാകുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കഴുകിയിട്ടും മണം മാത്രം ബാക്കിയാകുന്നുണ്ട്, അതിന് കുഴപ്പമില്ല. രണ്ടും കൂടി ബാക്കിയാവരുത്. രണ്ടും കൂടി ബാക്കിയാണെങ്കിൽ പറ്റില്ല. അപ്പൊ ദ്രാവകമായ വസ്തു മലിനമായാൽ ശുദ്ധിയാക്കാൻ പറ്റൂല. അതിനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ ദ്രാവകം വേറെ ഒഴിച്ചു എന്നാലും ശുദ്ധിയാവില്ല, ഒക്കെ നജസാവും. അപ്പൊ ഇത് ഉറച്ച വസ്തുവാണെങ്കിലോ, ദ്രാവകമല്ല, ഖരമാണ്. നെയ്യ്, കട്ടിയുള്ള നെയ്യ്, വെണ്ണയൊക്കെ പോലെ. അപ്പൊ ആ നജസ്സിനെ എടുക്കുക, ആ നജസ് തട്ടിയ ഭാഗത്തെ നീക്കിയാൽ മതി. മൈമൂന റളിയല്ലാഹു അൻഹ ഒരു ഹദീസ്, ഒരു എലി വെണ്ണയിൽ വീണു, ആ എലിയെ ചത്തു. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതിനെ എടുത്ത് കളയുക, അതിൻ്റെ ചുറ്റുമുള്ളതിനെയും എടുത്ത് കളയുക, എന്നിട്ട് നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഇത്രയുമാണ് അവിടെ ഉള്ളത്.